കേരളത്തിൽ ഇപ്പോൾ പ്രഖ്യാപനങ്ങളുടെ പെരുമഴയാണല്ലോ. പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പെട്ടെന്ന് കലാകാരന്മാരോടും സാധാരണക്കാരോടും വലിയ സ്നേഹം തോന്നും. ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നു. കലാപ്രവർത്തകരുടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ നല്ല കാര്യമെന്ന് തോന്നും. പക്ഷേ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? നിലവിലുള്ള പെൻഷൻ കൃത്യമായി കൊടുക്കാൻ ഗതിയില്ലാത്ത സർക്കാർ എന്തിനാണ് ഇപ്പോൾ ഈ വമ്പൻ പ്രഖ്യാപനം നടത്തുന്നത്? ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ആർക്കും മനസ്സിലാകും ഇത് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന്. എന്താണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? 4000 രൂപയുണ്ടായിരുന്ന സൂപ്പർ ആനുവേഷൻ പെൻഷൻ 5000 ആക്കി. 1200 രൂപയുണ്ടായിരുന്ന കുടുംബ പെൻഷൻ 1600 ആക്കി. മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം കൂട്ടി. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ കേരളത്തിലെ ക്ഷേമനിധി പെൻഷനുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? മാസങ്ങളോളം കുടിശ്ശിക വരുത്തി പാവപ്പെട്ടവരെ പട്ടിണിക്കിട്ടാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഖജനാവിൽ പണം ഉണ്ടാവുകയും അത് കഴിഞ്ഞാൽ കേന്ദ്ര വിഹിതം തന്നില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തുകയും ചെയ്യുന്ന സ്ഥിരം തന്ത്രമാണിത്. പഴയ കുടിശ്ശിക കൊടുക്കാൻ ഇല്ലാത്തവർ എങ്ങനെയാണ് ഈ വർദ്ധിപ്പിച്ച തുക നൽകാൻ പോകുന്നത്? ഭരണത്തിന്റെ അവസാന കാലയളവിൽ ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. നിലവിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യമായ ഫണ്ട് സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് നടപ്പിലാക്കാൻ പോകുമ്പോഴേക്കും അടുത്ത സർക്കാർ വരും. അപ്പോൾ വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഈ വലിയ ബാധ്യത കെട്ടിവെക്കാം. ഒരു വശത്ത് കടമെടുപ്പ് പരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിലാപം, മറുവശത്ത് വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ഈ അഭ്യാസങ്ങൾ. ആദ്യം ഉള്ളത് മര്യാദയ്ക്ക് കൊടുക്കാൻ നോക്ക് പിണറായി വിജയൻ സാറേ, എന്നിട്ട് മതി പുതിയത് കൂട്ടൽ. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ പരിപാടി ഇനി അധികകാലം നടക്കില്ല. ഈ പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ ചതി എന്താണെന്ന് അറിയാമോ? ഈ സാമ്പത്തിക ബാധ്യത മുഴുവൻ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു തന്ത്രമാണിത്. ഭരണത്തിന്റെ അവസാന കാലയളവിൽ ഇത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക വഴി ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് ഇവർ കരുതുന്നു. നിലവിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യമായ പണം ഖജനാവിലുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. കടമെടുപ്പ് പരിധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിലാപം നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഈ അധിക തുക കണ്ടെത്താൻ കഴിയുന്നത്? ചികിത്സാ സഹായത്തിന്റെ കാര്യത്തിലും ഇതേ തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. പേപ്പറിൽ 2 ലക്ഷം എന്നും 3 ലക്ഷം എന്നും എഴുതി വെക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ തുക അർഹരായവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. മാരക രോഗങ്ങൾ ബാധിച്ചവർ ധനസഹായത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുമ്പോൾ അവരെ അവഗണിക്കുന്ന സർക്കാർ ഇപ്പോൾ വോട്ട് തട്ടാൻ വേണ്ടി മാത്രം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10 വർഷത്തെ അംശദായം ഒന്നിച്ചടച്ച് അംഗത്വം എടുക്കാമെന്ന് പറയുന്നത് മറ്റൊരു തമാശയാണ്. പാവപ്പെട്ട കലാകാരന്മാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാനുള്ള ഒരു കുറുക്കു വഴിയാണോ ഇത്? നമ്മൾ കണ്ടതാണ്, തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം അതുവരെ മുടങ്ങിക്കിടന്ന പെൻഷൻ കുടിശ്ശികകൾ പെട്ടെന്ന് വിതരണം ചെയ്യുന്നത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവരെ തന്നെ ബന്ദികളാക്കുന്ന ഈ രീതി ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ്. പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇങ്ങനെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണം. ആദ്യം ഉള്ളത് മര്യാദയ്ക്ക് കൊടുക്കാൻ നോക്കും മുഖ്യമന്ത്രിയെ, എന്നിട്ട് പോരെ ഈ പുതിയ പൈസ കൂട്ടലൊക്കെ. പ്രഖ്യാപനങ്ങളല്ല, അത് നടപ്പിലാക്കാനുള്ള ആർജവമാണ് സർക്കാരിന് വേണ്ടത്. വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം നടത്തുന്ന ഈ നാടകം കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പ്രത്യേക ഉന്മേഷം വരും. ആവേശത്തോടെ ഓരോന്ന് പ്രഖ്യാപിക്കും, ഉത്തരവിറക്കും. പക്ഷെ അതൊക്കെ നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ സർക്കാരിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. ഈ പെൻഷൻ വർധനവ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നും. ഇതിനു മുമ്പ് ഇവർ നടത്തിയ വമ്പൻ പ്രഖ്യാപനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്കൊന്നത് ഓർത്തെടുക്കാം. വലിയ കൊട്ടി ആഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സ്, കോടികൾ പൊടിച്ച് നാട് നീളെ ബസ് ഓടിച്ച് നടന്ന ആ മാമാങ്കം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് കിട്ടി? ആയിരക്കണക്കിന് പരാതികളാണ് അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൈപ്പറ്റിയത്. പരാതികൾക്ക് ഉടൻ പരിഹാരം എന്നായിരുന്നു അന്ന് തള്ളിയത്. എന്നാൽ ഇന്ന് ആ പരാതികളൊക്കെ എവിടെയാണ്? സെക്രട്ടേറിയറ്റിലെ ഏതോ ഇരുണ്ട മുറിയിൽ മാറാല പിടിച്ച് കിടക്കുകയല്ലേ അവ. ജനങ്ങളെ പറ്റിക്കാൻ നടത്തിയ ആ നാടകത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പെൻഷൻ വർധനവും. യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ കലാപ്രവർത്തകരുടെ പെൻഷൻ കൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് പഴയ നവകേരള സദസ്സിന്റെ ഗതി ഇതിനും ഉണ്ടാകുമോ എന്നാണ്. പ്രഖ്യാപിക്കുമ്പോഴുള്ള ആവേശം നടപ്പിലാക്കാൻ ഈ സർക്കാരിനില്ല. ഇലക്ഷൻ കഴിയുന്നതോടെ ഈ ഉത്തരവൊക്കെ വെറും കടലാസ തുണ്ടുകളായി മാറുമെന്നതിൽ സംശയമില്ല. പിണറായി വിജയൻ സർക്കാരെ, ആരെ പറ്റിക്കാനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ കപട നാടകങ്ങൾ ആടുന്നത്? ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്.
നവകേരള സദസ്സിലും മറ്റും നിങ്ങൾ നൽകിയ പാഴ് വാഗ്ദാനങ്ങൾ പോലെ ഇതും ഒരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പായി അവസാനിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആദ്യം നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ട് മതി പുതിയതുമായി ജനങ്ങളെ സമീപിക്കുന്നത്. ഇന്നലെ വരെ കേരളയിൽ വരും, നാട് മാറുമെന്ന് പറഞ്ഞ് കല്ലിട്ട് നടന്നവർ ഇപ്പോൾ എവിടെ പോയി? സിൽവർ ലൈനിന് വേണ്ടി കോടികൾ കമ്മീഷൻ അടിക്കാൻ നോക്കി നടന്നപ്പോൾ പാവപ്പെട്ടവരുടെ പെൻഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? അന്ന് കല്ലിടാൻ കാണിച്ച അതേ ആവേശം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പെൻഷൻ പ്രഖ്യാപനത്തിലും കാണിക്കുന്നുണ്ട്. വോട്ട് കിട്ടാൻ വേണ്ടി കല്ലിടുക, വോട്ട് കിട്ടാൻ വേണ്ടി പെൻഷൻ കൂട്ടുക, ഇതല്ലാതെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ സർക്കാരിന് വല്ല പദ്ധതിയുമുണ്ടോ? ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എത്ര കോടിയാണ് പരസ്യങ്ങൾക്കായി മാത്രം ചിലവാക്കിയത്? പത്രങ്ങളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കാൻ കോടികൾ പൊടിക്കുന്ന സർക്കാർ പാവപ്പെട്ടവന്റെ അടുപ്പ് പുകയാൻ വഴിയില്ലെന്ന് വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന പല്ലവി പാടുന്നു. ലക്ഷങ്ങൾ വാടകയുള്ള കാറുകളും കോടികൾ വിലയുള്ള നവീകരണ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ സാംസ്കാരിക ബോധം എവിടെയായിരുന്നു? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കലാകാരന്മാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് കേരളം. ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും പ്രതികരിക്കുന്ന, വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് സ്വന്തം നാട്ടിലെ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ മാത്രം അറിയില്ല. ലോകം മുഴുവൻ കേരള മോഡൽ ചർച്ച ചെയ്യണമെന്ന് പറയുന്നവർ പെൻഷൻ കിട്ടാതെ പട്ടിണി കിടക്കുന്ന കലാകാരന്മാരുടെ ഈ കേരള മോഡൽ കൂടി ഒന്ന് പുറം ലോകത്തെ കാണിക്കണം. വോട്ട് കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയാം, പക്ഷെ അത് വിശ്വസിക്കാൻ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല എന്ന് മാത്രം പറയട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം കണ്ടത് കേവലം ഒരു പെൻഷൻ വർധനമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ അവസാനത്തെ അടവാണ്. കടം വാങ്ങി മുടിഞ്ഞ് നിത്യനിദാന ചെലവുകൾക്ക് പോലും വകയില്ലാതെ നിൽക്കുന്ന ഒരു സർക്കാർ ഭരണത്തിന്റെ അവസാന ലാപ്പിൽ ഇങ്ങനെ ഒരു ആനുകൂല്യ ബോംബ് പൊട്ടിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനരോഷം തണുപ്പിക്കാൻ എറിഞ്ഞു കൊടുക്കുന്ന ഒരു മധുര പലഹാരമാണ്. മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ, ഈ പ്രഖ്യാപിച്ച തുക നൽകാൻ ഖജനാവിൽ പണമുണ്ടോ? അതോ പതിവ് പോലെ ഇതും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്വപ്ന പദ്ധതിയാണോ? പാവപ്പെട്ട ആൾക്കാരെ വർഷങ്ങളായി പെൻഷൻ കുടിശ്ശികയ്ക്കായി സെക്രട്ടേറിയറ്റിന്റെ പടികൾ കയറിയിറക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചവർ ഇപ്പോൾ വോട്ട് പെട്ടിയിലാക്കാൻ കോടികളുടെ ബാധ്യത പ്രഖ്യാപിക്കുന്നത് ശുദ്ധമായ രാഷ്ട്രീയ തട്ടിപ്പാണ്. അടുത്ത സർക്കാർ വരുമ്പോൾ ഖജനാവ് കാലിയാക്കി വെക്കുകയും ഒപ്പം ഇതുപോലെയുള്ള വലിയ ബാധ്യതകൾ അവരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഈ രീതി അതിക്രൂരമാണ്. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ പണയം വെക്കുന്ന ഈ നിലപാട് തിരുത്തപ്പെടേണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ബാങ്കുകളില എന്ന് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണിത്. പ്രഖ്യാപനങ്ങളുടെ ആവേശം കഴിഞ്ഞാൽ പിന്നെ പണമില്ല എന്ന മുടന്തൻ ന്യായങ്ങൾ നമ്മൾ കേട്ടുമടുത്തതാണ്. ആദ്യം നിലവിലുള്ള കുടിശ്ശികകൾ പലിശ സഹിതം കൊടുത്തു തീർക്കാനുള്ള ആർജവം കാണിക്കുക, എന്നിട്ട് മതി ഈ വമ്പൻ പ്രഖ്യാപനങ്ങളിലൂടെയുള്ള ഇമേജ് ബിൽഡിംഗ്. ഈ സർക്കാരിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം ഇതിനോടകം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകൾ കൊണ്ട് ആയുഷ്കാലം മുഴുവൻ ജനങ്ങളെ പറ്റിക്കാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിപ്പോകാതെ യാഥാർത്ഥ്യം തിരിച്ചറിയുക. വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ പുതിയ ഉത്തരവിനെ കുറിച്ച് മാത്രമല്ല, പഴയ കുടിശ്ശികയെക്കുറിച്ചും നമ്മൾ ചോദിക്കണം. തീർച്ചയായും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.